അസമിലെയും പശ്ചിമ ബംഗാളിലെയും തെരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയാം. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഭൂരിഭാഗവും ബി.ജെ.പിക്ക് അനുകൂലമാണ്. കൂടാതെ പശ്ചിമ ബംഗാളിൽ സംഘർഷ സാധ്യത ഉയർന്ന സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. സ്ട്രോങ് റൂമുകൾക്ക് മുന്നിലും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്രസേനയുടെയും സംസ്ഥാന പോലീസിന്റെയും സംയുക്ത നിയന്ത്രണത്തിലാണ് സുരക്ഷ. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ദിലീപ് കുറ്റിച്ചൽ ചേരുകയാണ്. ദിലീപ്, കേരളം നാളെ ഫലമറിയാം. അതേ സമയത്ത് തന്നെയാണ് അസമിലെയും ബംഗാളിലെയും തമിഴ്നാടിലെയും തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുന്നത്. ഇവിടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ ബംഗാളും അസമും ബി.ജെ.പി എന്നത് തന്നെയാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും നൽകുന്ന ഒരു വ്യക്തത. അതായത് അസമിൽ ഭരണ തുടർച്ച, ബംഗാളിൽ വങ്കനാട്ടിൽ മമതയുടെ ആ നിഷ്ഠൂര ഭരണത്തിൽ നിന്നും ജനങ്ങൾ മോചിതരാകുന്നു, ബി.ജെ.പിയുടെ സുരക്ഷിതമായ കരങ്ങളിലേക്ക് അധികാരം എത്തുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ആ ഫലങ്ങളൊക്കെയും നൽകുന്നത്. അതറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ അസമിലെ ഒരു വിജയ പ്രതീക്ഷകൾ എങ്ങനെയാണ്? സുരേഷ്, പശ്ചിമബംഗാൾ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ആദ്യമായിട്ട് ബി.ജെ.പി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് പിന്നാലെ നമുക്കറിയാം, എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് മുമ്പ് തന്നെ, അതായത് പ്രാദേശിക തലത്തിൽ പോലും നമുക്ക് കിട്ടുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി.ജെ.പി ആദ്യമായിട്ട് വെസ്റ്റ് ബംഗാൾ അധികാരത്തിൽ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ അവിടെ അക്രമ സംഭവങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് സ്ട്രോങ് റൂമുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കേന്ദ്രസേനയും അതുപോലെ തന്നെ പോലീസിനെയും അവിടെ നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നതിന് പ്രത്യേക ഒബ്സർവറെ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ശക്തമായ രീതിയിലുള്ള സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ സ്ട്രോങ് റൂമുകൾ. പ്രത്യേകിച്ച് നമുക്കറിയാം, തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ചെയ്യുന്ന അനിഷ്ട സംഭവങ്ങളും അതോടൊപ്പം തന്നെ അവരുണ്ടാകുന്ന അക്രമ സംഭവങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് സ്ട്രോങ് റൂമുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം ഫാൾട്ട മണ്ഡലത്തിൽ അതായത് ഫാൾട്ട മണ്ഡലത്തിൽ ഒരുപാട് ക്രമക്കേടുകൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഫാൾട്ട മണ്ഡലത്തിൽ വീണ്ടും റീപോളിംഗ് നടക്കുകയാണ്. ഈ മാസം 21-നാണ് ആ മണ്ഡലത്തിൽ റീപോളിംഗ് നടക്കുന്നത്. 24-നാണ് ആ മണ്ഡലത്തിന്റെ ഫലപ്രഖ്യാപനം ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയും പ്രത്യേക സൈന്യത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ഈ നിലവിൽ എന്തായാലും ക്രമസമാധാന പൂർവ്വം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ തന്നെ അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള സൈന്യം അവിടെ ശക്തമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും നാളെ സുരക്ഷാ ക്രമീകരണത്തിലൂടെ അടിസ്ഥാനത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട വോട്ടെണ്ണൽ കാര്യങ്ങൾ നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബി.ജെ.പി സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ രീതിയിലുള്ള പ്രചരണമാണ് അവിടെ നടത്തിയതും. അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിന് വലിയൊരു ഭരണ വിരുദ്ധതയുണ്ട്, ഭരണ ഭീകരതയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഡൽഹിയിൽ നിന്നും ദിലീപ് കുറ്റിച്ചലാണ് വിശദാംശങ്ങൾ നൽകിയത്.